ശ്രീ ഹമീദ് ചേന്നമംഗല്ലൂർ ABC മലയാളത്തിലേക്ക് സ്വാഗതം. ഈ 1970-കൾക്ക് ശേഷം ബംഗ്ലാദേശ് വളരെ കലുഷിതമായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ വന്നിട്ട് 2024 സംവരണ വിഷയത്തിൽ അവിടെ വലിയ പ്രക്ഷോഭവും അതിനെ തുടർന്ന് രാജ്യത്ത് തന്നെ ഒരു കലുഷിതമായ അവസ്ഥയുമാണ്. ഇത് നമ്മളെപ്പോലും വളരെയധികം അലട്ടുന്നുണ്ട്. നമ്മുടെ വിയർപ്പിൻ്റെ ഒരു മണ്ണുകൂടിയാണ് ബംഗ്ലാദേശ്. അതുകൊണ്ട് ചില അവകാശങ്ങളൊക്കെ നമ്മൾക്കും ഉണ്ട്. അവിടുത്തെ കലാപം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ ഉണ്ടാകുന്നത് പോലെ തന്നെയല്ലേ? അതെ, ബംഗ്ലാദേശിൽ 1971 വിമോചന യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ട പോരാട്ടം നടക്കുന്നത്. അതായത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്രമായ രാഷ്ട്രമായി തീരണം എന്ന ആഗ്രഹം കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുജീബ് റഹ്മാനാണ്. ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഒന്നാന്തരം ഒരു മതേതരവാദിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യം പാകിസ്ഥാൻ്റെ ഭാഗമായ ഒരു മുസ്ലിം റിപ്പബ്ലിക്കായ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിന് പകരം ബംഗ്ലാദേശ് സ്വതന്ത്ര മതേതര റിപ്പബ്ലിക്കായി തീരണമെന്നാണ്. അങ്ങനെയാണ് ഈ വിമോചന യുദ്ധം നടക്കുന്നതും ഷെയ്ഖ് മുജീബ് റഹ്മാനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ ആളുകളും ആ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്യുന്നത്. അതിന് ഇന്ത്യയുടെ നിർലോഭമായ സഹായവും കിട്ടിയിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രധാനമന്ത്രിയായി. അദ്ദേഹം അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചതിനെക്കുറിച്ചൊക്കെ പല ചരിത്രകാരന്മാരും എഴുത്തുകാരും വിശേഷിപ്പിച്ചത് മുജീബിസം എന്നാണ്. മുജീബിസം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മതവുമായി ബന്ധമില്ലാത്ത തികച്ചും മതേതരമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ നടപ്പാക്കുക എന്നാണ്. അപ്പോൾ അക്കാലത്ത് ഷെയ്ഖ് മുജീബ് റഹ്മാനും അദ്ദേഹത്തിൻ്റെ ആളുകൾക്കും എതിരെ പോരാടിയ ധാരാളം പേരവിടെ ഉണ്ടായിരുന്നു. ധാരാളം പേരെന്ന് പറഞ്ഞാൽ സംഘടനകളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ പിൽക്കാലത്ത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP എന്നൊക്കെ അറിയപ്പെട്ട പാർട്ടിയായിട്ട് വന്നവരിലും നല്ലൊരു വിഭാഗം ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും എതിരായിരുന്നു. അപ്പോൾ ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഈ പോരാട്ടത്തിൽ ജയിച്ചു. സ്വതന്ത്ര ബംഗ്ലാദേശ് എന്ന രാഷ്ട്രമുണ്ടായി. അങ്ങനെ അവിടെ പല ഘട്ടങ്ങളിലായിട്ട് പലരും ഭരിച്ചിട്ടുണ്ട്. BNP ഭരിച്ചിട്ടുണ്ട്. BNPയുടെ കൂടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രീയ സംഘടനയായ ആ ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് സംഘടനയും ഭരണത്തിൽ പങ്കാളിയായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വീണ്ടും അവിടെ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ പാർട്ടി അവാമി ലീഗ് അദ്ദേഹത്തിൻ്റെ മകൾ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറി. ഷെയ്ഖ് ഹസീനയുടെ ഭരണം പൂർണ്ണമായിട്ടും ശ്ലാഘ്യമാണ് എന്ന് പറയാൻ പറ്റില്ല. അവർ ഏകാധിപത്യ പ്രവണതയൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, ഈ സംവരണ വിഷയത്തിൻ്റെ പേരിൽ അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാവുകയും ആ വിദ്യാർത്ഥി പ്രക്ഷോഭം അതിനെ പിന്താങ്ങുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ, BNP പോലുള്ള സംഘടനകൾ ഒക്കെ ആ പ്രക്ഷോഭത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും ഒടുവിൽ അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു. ഷെയ്ഖ് ഹസീന അധികാരഭ്രഷ്ടയായി. അവർക്ക് ഇന്ത്യയിൽ അഭയം തേടേണ്ട അവസ്ഥ വന്നു ചേരുകയും ചെയ്തു. അതിനുശേഷം അവിടെ അധികാരത്തിലേറിയ ഇടക്കാല ഗവൺമെൻറ് യൂനുസിൻ്റെ നേതൃത്വത്തിൽ, യൂനുസാണ് ഉപദേശകൻ നേതൃത്വത്തിൽ ആണെങ്കിലും ആ ഇടക്കാല ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അതുപോലെ BNP പോലുള്ള പാർട്ടികളാണ്. അവരുടെ വീക്ഷണവും അവരുടെ കാഴ്ചപ്പാടുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന അവാമി ലീഗിൻ്റെയോ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെയോ കാഴ്ചപ്പാടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അവർക്ക് വേണ്ടത് അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം എന്നല്ല, മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ഓൾറെഡി അത്. അവർക്ക് അവിടെ ഒരു മുസ്ലിം മത രാഷ്ട്രമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ആ രൂപത്തിലുള്ള ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെൻറ് വേണം എന്നുള്ള ആശയക്കാരാണ് ഇപ്പോൾ അവിടെ ഈ അവാമി ലീഗിനെതിരെ പോരാടിയത്. അങ്ങനെ ഇടക്കാല ഗവൺമെൻറ് വന്നു. അതിനുശേഷം ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വേട്ടയാണ്. ഏതാണ്ട് 90% മുസ്ലിങ്ങളുടെ രാജ്യമാണ് ബംഗ്ലാദേശ്. 10% ന്യൂനപക്ഷങ്ങൾ.
അതിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷം ഹിന്ദു ന്യൂനപക്ഷമാണ്. ഏതാണ്ട് 7% ഹിന്ദുക്കൾ ബംഗ്ലാദേശിലുണ്ട്. പിന്നെ ഉള്ളത് ക്രൈസ്തവരും ബുദ്ധമതക്കാരുമാണ്. ഈ 3 ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഈ കഴിഞ്ഞ 3-4 മാസമായിട്ട് അല്ലെങ്കിൽ 4-5 മാസമായിട്ട് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമായ രൂപത്തിലുള്ള ആക്രമണവും ഒരുതരം വേട്ടയുമാണ്. അവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു, അവരുടെ സ്ഥാപനങ്ങൾ കയ്യേറ്റത്തിന് വിധേയമാവുന്നു, അവിടെ ആളുകൾ കൊല്ലപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ബംഗ്ലാദേശിൽ കഴിഞ്ഞ 4-5 മാസമായിട്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ ബംഗ്ലാദേശ് ഇപ്പോൾ കടന്നു പോകുന്നത് അങ്ങേയറ്റം ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ്. അപ്പോൾ ഈ പറയുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുമ്പോൾ മറ്റ് എവിടെയും അത് നടക്കുന്നില്ല എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. എവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളുണ്ടോ അവർക്കെതിരെയൊക്കെ പല രാജ്യങ്ങളിലും ഇതുപോലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു പോന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 1996 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്ന ഒരു തീവ്രവാദ മുസ്ലിം പ്രസ്ഥാനം അധികാരത്തിലേറിയത്. 96 അവിടെ നിലവിലുണ്ടായിരുന്ന ഭരണം, അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണമായിരുന്നു, അതൊക്കെ ഇല്ലാതാക്കുകയും എന്നിട്ട് അധികാരത്തിലേറിയ താലിബാൻ അവിടെ അങ്ങേയറ്റം ക്രൂരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ആരൊക്കെ അവിടെ അവർ മതം മാത്രമല്ല നോക്കുന്നത്, ആരൊക്കെ തങ്ങളെ എതിർക്കുന്നുവോ, അവരും ഇസ്ലാം മതത്തിൽപ്പെട്ടവരായാൽ പോലും അവരെയൊക്കെ കൊന്നെടുക്കുക എന്ന രീതി അവിടെ പിന്തുടരപ്പെട്ടു. അതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾ മുഴുവൻ നിഷേധിക്കപ്പെട്ടു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് 6 വയസ്സിനപ്പുറത്ത് 6-ാം ക്ലാസ്സിനപ്പുറത്തുള്ള വിദ്യാഭ്യാസം ആവശ്യമില്ല എന്ന് അവർ തീരുമാനിച്ചു. അത് 96. പിന്നെ അവർ അധികാരത്തിൽ നിന്ന് പുറത്തുപോയി. രണ്ടാമത് 4 വർഷം മുമ്പ് വീണ്ടും അധികാരത്തിലേറി. ഇപ്പോഴും അവിടെ ന്യൂനപക്ഷങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ലിബറൽ വീക്ഷണക്കാർ, അതുപോലെ സ്ത്രീകൾ ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ നിലനിൽക്കുകയാണ്. അതിനു മുമ്പാണ് 1979 ഇറാനിൽ, മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ഇറാനിൽ ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം എന്ന് പിൽക്കാലത്ത് വ്യവഹരിക്കപ്പെട്ട ഒരു അട്ടിമറി നടന്നത്. ആ അട്ടിമറിയുടെ ഭാഗമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഷാ പഹ്ലവി രാജാവാണ്. പക്ഷേ ഷാ പഹ്ലവിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹം മതം നോക്കി ആളുകളെ ദ്രോഹിക്കുന്ന ഏർപ്പാടില്ല. സ്വേച്ഛാധിപതിയായിരുന്നു. പക്ഷേ അദ്ദേഹം മതേതര മൂല്യങ്ങൾ അനുസരിച്ച് രാജ്യം ഭരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ആയത്തുള്ള ഖൊമേനി വന്നതിന് ശേഷം ഖൊമേനി അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിലപാടെടുത്തു. മുസ്ലിങ്ങൾക്കിടയിലെ തന്നെ ഉദാരമതികളായിട്ടുള്ള ലിബറൽ പക്ഷക്കാരായ ആളുകൾക്കെതിരെ നിലപാടെടുത്തു. ഈ വിപ്ലവത്തിന് അദ്ദേഹത്തോടൊപ്പം നിന്ന അവിടുത്തെ തൂതേ പാർട്ടി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ഉൾപ്പെടെ അദ്ദേഹം തുറുങ്കിലടക്കുകയോ ദ്രോഹിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്ത അവസ്ഥയുണ്ടായി. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ഈ 2002 തൊട്ട് കഴിഞ്ഞ 22 വർഷമായിട്ട് തുർക്കിയിൽ കാണുന്നത്. തുർക്കി ഒരു കാലത്ത് ഒന്നാം തരം സെക്യുലർ കാഴ്ചപ്പാടുള്ള രാഷ്ട്രമായിരുന്നു. പ്രത്യേകിച്ചും മുസ്തഫ കമാൽ അറ്റാതുർക്ക് അധികാരത്തിലേറി തുർക്കിയെ ഒരു സെക്യുലർ റിപ്പബ്ലിക്കാക്കി മാറ്റി. അതിനുശേഷം അവിടെ ഈ 2022 അധികാരത്തിലേറുന്നത് AK പാർട്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിസ്റ്റ് പാർട്ടിയാണ്. ആ ഇസ്ലാമിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അവിടുത്തെ പ്രസിഡന്റ്. ഇപ്പോൾ കഴിഞ്ഞ 20-22 കൊല്ലമായിട്ട് അദ്ദേഹമാണ് അവിടുത്തെ ഭരണാധികാരി എന്ന് പറയാം. അദ്ദേഹം റെജിബ് തയ്യിബ് എർഡോഗൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം അവിടെ ഇതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ എതിരാളികളായിട്ട് അദ്ദേഹം കാണുന്ന ന്യൂനപക്ഷങ്ങളെ ഇസ്ലാം മതത്തിൽ തന്നെ ലിബറൽ കാഴ്ചപ്പാടുള്ളവരെയാണെങ്കിൽ അവരെയൊക്കെ വേട്ടയാടുന്ന അവസ്ഥ ഉണ്ടാവുക മാത്രമല്ല, മുസ്തഫ കമാൽ അറ്റാതുർക്കിൻ്റെ കാലത്ത് ഒരു മ്യൂസിയമാക്കി മാറ്റിയ, ഒരു ഇൻ്റർനാഷണൽ മ്യൂസിയമാക്കി മാറ്റപ്പെട്ട ഹാഗിയ സോഫിയ എന്ന ദേവാലയം, മ്യൂസിയമായിരുന്നു അത്. ഈ മുസ്തഫ കമാലിൻ്റെ കാലത്ത് മ്യൂസിയമാക്കി മാറ്റപ്പെട്ട ഹാഗിയ സോഫിയ ഈ റെസിബ് തയ്യിബ് എർദോഗൻ വീണ്ടും ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റി. മുസ്ലിം പള്ളിയാക്കി മാറ്റാനുള്ള കാരണം എന്തായിരുന്നു? 1453
ഒട്ടോമൻ മുസ്ലിം സൈന്യം കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെട്ട, ഇപ്പോൾ ഇസ്താംബൂൾ എന്നറിയപ്പെടുന്ന പ്രദേശം കീഴടക്കി അവരുടെ സാമ്രാജ്യം സ്ഥാപിച്ചു തുർക്കിയിൽ. അന്ന് അവിടെ ഉണ്ടായിരുന്ന ദേവാലയമാണ് ഈ ഹാഗിയ സോഫിയ. അത് ക്രൈസ്തവ ദേവാലയമായിരുന്നു. 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ നിർമ്മിക്കപ്പെട്ട ക്രൈസ്തവ ദേവാലയത്തെ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ ഒട്ടോമൻ സൈന്യത്തിൻ്റെ ആളുകൾ അത് പിടിച്ചടക്കി. എന്നിട്ടത് മുസ്ലിം ദേവാലയമാക്കി. അങ്ങനെ മുസ്ലിം ദേവാലയമാക്കി മുസ്തഫ കമാൽ അറ്റാതുർക്ക് അത് മാറ്റി മ്യൂസിയമാക്കി. ആ മ്യൂസിയത്തെയാണ് ഈ എർദോഗൻ എന്ന് പറയുന്ന അവിടുത്തെ ഇസ്ലാമിസ്റ്റ് ഭരണാധികാരി വീണ്ടും മുസ്ലിം ദേവാലയമാക്കി മാറ്റിയത്. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്, ദേവാലയമാക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹം നീതിമാനായിരുന്നുവെങ്കിൽ ചെയ്യേണ്ടത് 1453 വരെ 6-7 നൂറ്റാണ്ട് കാലം അത് ക്രൈസ്തവ ദേവാലയമായിരുന്നു. അതുകൊണ്ട് ക്രൈസ്തവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അങ്ങനെയല്ല ചെയ്തത്. ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ മതാത്മകമായിട്ടുള്ള ഭരണം എവിടെയൊക്കെ വരുന്നുവോ അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളും എല്ലാ മതങ്ങളിലും പെട്ട ലിബറൽ ചിന്താഗതിയുള്ളവരും വേട്ടയാടപ്പെടുന്ന അവസ്ഥയുണ്ട്. ബംഗ്ലാദേശിലും ഇപ്പോൾ നമ്മൾ അതാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.